മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്കിൽ വരുന്ന ഫിസിക്കൽ കെമിസ്ട്രി സെക്ഷനിൽ വരുന്ന ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആറ്റം, ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്, അതിനെ കണ്ടുപിടിച്ച ആൾക്കാർ ആരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മൾ നേരെ പോകുന്ന ആറ്റം മോഡൽസിലോട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഈ ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ആറ്റം എന്താണെന്നാണ്. ഈ ആറ്റം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ളതും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അത് ജീവനുള്ളതാകാം, ജീവനില്ലാത്തതാവാം. അങ്ങനെ പ്രത്യേകിച്ച് ജീവനുള്ളത് തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വെയിറ്റ് വേണം, ഓക്യുപ്പൈ ചെയ്യാൻ യൂണിവേഴ്സിൽ കുറച്ച് സ്പേസും വേണം. ഇതെന്ന് പറയുന്നത് മാറ്ററാണ്. ഇതിന് വെയിറ്റ് ഉണ്ട്, ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മാറ്ററാണ്, ഞാനൊരു മാറ്ററാണ്, നമ്മളെല്ലാവരും മാറ്ററാണ്. മാറ്റർ ഉണ്ടാക്കിയേക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റാണ് ആറ്റം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് എവറി മാറ്റർ കൺസിസ്റ്റ് ഓഫ് ബേസിക് എൻറ്റിറ്റീസ് കോൾഡ് എലമെൻറ്റ്സ്. എല്ലാ ആളുടെയും ബേസിക് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ആണ്. ഈച്ച് എലമെൻറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മാളസ്റ്റ് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം ആര് വെച്ചിട്ടാണ്? ആറ്റംസ് വെച്ചിട്ടാണ്. അതായത് മാറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആറ്റം എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുന്നത് തന്നെ. കാരണം മാറ്ററിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആൾ ആറ്റമാണ്. അതുകൊണ്ട് ആറ്റത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ പറയും നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകൾ വെച്ചിട്ടാണെന്ന് പറയാം അല്ലേ. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും സെല്ലിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. അതേ കണക്ക് നമ്മുടെ മാറ്റർ അതുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആറ്റമാണ്. അപ്പം മാറ്ററിനെ പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ ആരെപ്പറ്റി സ്റ്റഡി ചെയ്യണം? ആറ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ആറ്റം ദ നെയിം ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് ലാംഗ്വേജ് ആറ്റമോസ് മീൻസ് നോട്ട് ടു ബി കട്ട്. ആറ്റം എന്ന് പറയുന്ന ടേം നമുക്ക് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ആറ്റമോസ് എന്നാണ്. ആറ്റമോസിൻ്റെ മീനിങ് നോട്ട് ടു ബി കട്ട് ചെയ്യാൻ പറ്റാത്തതെന്നാണ്. ആക്ച്വലി ആറ്റത്തെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ പണ്ടൊക്കെ വിശ്വസിച്ചിരുന്ന ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ട് ഏറ്റവും ബേസിക് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കിനി ഫർദറായിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അയാളിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പിന്നെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മീനിങ് വെച്ചിട്ടാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്ന ഒരു പേര് അതിന് കൊടുത്തത്. അത് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായ ആറ്റമോസിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് കട്ട് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള മീനിങ് ആണ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ആറ്റം ഡെമോക്രിറ്റസ്. ആദ്യമായിട്ട് നമുക്ക് ഈ ആറ്റം എന്ന് പറയുന്നൊരു ഐഡിയ തന്നത് ഡെമോക്രിറ്റസ് ആണ് ആദ്യമായിട്ട്. ഓക്കെ, ഡെമോക്രിറ്റസ് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ ഹൂസ് ബിഗൺ സച്ച് ഫോർ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാറ്റർ മോർ ദാൻ 2400 years ago. Okay, Democritus was the person who first suggested the existence of atom and coined the name atomos, mean not to be cut or indivisible. ആദ്യമായിട്ട് നമുക്ക് ആറ്റം എന്ന് പറയുന്ന ഒരു ടേം നമുക്ക്, അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് പുള്ളിക്കാരൻ മാറ്ററിനെ പറ്റി, ഡെമോക്രിറ്റസ് ആണ്, മാറ്ററിനെ പറ്റിയാണ് പുള്ളിക്കാരൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആറ്റം ആയിരിക്കാം. അതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഐഡിയ നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡെമോക്രിറ്റസ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ്. ഗ്രീക്ക് ഫിലോസഫറാണ്. പുള്ളിക്കാരനാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഡെമോക്രിറ്റസ്, ആറ്റം നോട്ട് ടു ബി കട്ട് ഡിറൈവ്ഡ് ഫ്രം ആറ്റമോസ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലോട്ട് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആറ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കത് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പണ്ടോട്ടേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ബേസിക്കായിട്ട് പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. അറ്റ് ദ സെൻറ്റർ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട്. നമുക്കറിയാം ആറ്റത്തിൻ്റെ നടുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കുലർ പാത്തുകളിൽ. ഓക്കെ, റേഡിയസ് ഓഫ് ആൻ ആറ്റം ഈസ് 10⁻⁻10 മീറ്റർ. ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഒരു മീറ്ററിനെ 10/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു മീറ്റർ എത്ര എന്ന് അറിയാലോ, അതിനെ 10/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10⁻10 എന്ന് പറഞ്ഞാൽ 10 ഇട്ടിട്ട് 10 0. അത്രയും വലിയ വാല്യൂ കൊണ്ട് ഒരു മീറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്രയും ചെറുതാണ് ഒരാറ്റത്തിൻ്റെ റേഡിയസ്. അതിനേക്കാട്ടിയും ചെറുതാണ് നമ്മുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ വാല്യൂ 10⁻⁻15 മീറ്റർ ആണ്. ഈ 10⁻⁻10 മീറ്ററിനെ നമ്മൾ ആങ്സ്ട്രം എന്ന് വിളിക്കാറുണ്ട്. ആങ്സ്ട്രം. ഓക്കെ, ആങ്സ്ട്രം എന്ന് വിളിക്കാറുണ്ട്. വേറൊരു കളർ എടുക്കാമേ.
നമ്മളതിനെ ആങ്സ്ട്രം എന്ന് വിളിക്കാറുണ്ട്. അതായത് റേഡിയസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് ഒരു ആങ്സ്ട്രമാണ്. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്ററിനെയാണ് നമ്മൾ ഒരു ആങ്സ്ട്രം എന്ന് വിളിക്കുന്നത്. പിന്നെ 10⁻⁻15 മീറ്ററാണ്. അതിനെ നമുക്ക് 1 ഫെർമി മീറ്റർ എന്ന് വിളിക്കാം. ഫെർമി മീറ്റർ. ഫെർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻15 മീറ്ററാണ്. അപ്പം റേഡിയസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് 1 ആങ്സ്ട്രവും, അതായത് 10⁻⁻10 മീറ്ററും. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് അതിനെക്കാട്ടി ചെറുതായിരിക്കും എന്തായാലും റേഡിയസ്, ന്യൂക്ലിയസിൻ്റെ റേഡിയസ്, അത് 10⁻⁻15 മീറ്ററാണ് ഫെർമി മീറ്റർ. ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ കാൾഡ് ന്യൂക്ലിയോൺസ്. നമുക്കറിയാം, നമുക്ക് ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നാണ് ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നത്. ഈ രണ്ട് ആൾക്കാരെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദി മാസസ് ഓഫ് ആറ്റം ഈസ് പൊസസ്ഡ് ബൈ ദ ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ മിക്ക മാസും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ന്യൂക്ലിയസിലാണ്. കാരണം ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മാസും നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ആറ്റത്തിന് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അറിയാവുന്ന കാര്യമാണ്. ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ആറ്റത്തിൻ്റെ റേഡിയസ് 10⁻⁻10 മീറ്ററാണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻15 മീറ്ററാണ്. ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. രണ്ടുപേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് ന്യൂക്ലിയോൺസ് എന്നാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ആറ്റത്തിൻ്റെ മിക്ക മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിനകത്താണ്. ഓക്കെ, ക്ലിയർ. അടുത്തിലോട്ട് പോകുന്നു. റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആറ്റത്തെ നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇസഡ്, ലെഫ്റ്റ് സൈഡിൽ താഴെ നമ്മൾ എഴുതുന്ന ഇസഡും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മുകളിൽ എഴുതുന്നത് എയും ആണ്. ഇസഡിനെ വിളിക്കുന്ന പേര് അറ്റോമിക് നമ്പർ എന്നാണ്. അറിയാം നിങ്ങൾക്ക്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ എത്രാമതിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. എത്രാമതിരിക്കുന്നു. അറ്റോമിക് നമ്പർ 20 എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ 20ാമത്തെ ആളാണ്. അറ്റോമിക് നമ്പർ 30 എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ 30ാമത്തെ ആളാണ്. ആ ഒരു മീനിങ് ഉണ്ട്. രണ്ടാമത്തത് മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റത്തെ നമ്മൾ കൊണ്ടുപോയി വെയിറ്റ് എടുത്താൽ എത്ര കിട്ടുമോ അതിനെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. ആറ്റത്തെ കൊണ്ടുപോയി വെയിറ്റ് എടുക്കുന്നു, വെയിറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും വേറെയും കുറച്ച് ഫാക്ടേഴ്സായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പ്രോട്ടോൺസിൻ്റെ എണ്ണം, പ്രോട്ടോൺസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഒരാളുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോട്ടോൺസിൻ്റെ എണ്ണം നോക്കുക. പ്രോട്ടോൺസിൻ്റെ എണ്ണം അറ്റോമിക് നമ്പർ നോക്കുക. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോൺസിൻ്റെ എണ്ണം. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണമാണ്. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുമ്പോഴാണ് മാസ് നമ്പർ വരുന്നത്, അറ്റോമിക് വെയിറ്റ് വരുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആറ്റത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആറ്റത്തിൻ്റെ വെയിറ്റ് എല്ലാം ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. നമ്മളിവിടെ ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആരാണ് പൊസസ് ചെയ്യുന്നത്, ന്യൂക്ലിയസ് ആണ്. അതിന് കാരണം നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റത്തിൻ്റെ വെയിറ്റ് ആണ്, മാസ്സാണ്. അത് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ് മാസ് നമ്പർ. ഇത് ഒരാറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, സിമ്പിൾ റെപ്രസെൻറ്റേഷനാണ്, മനസ്സിലാക്കി വെച്ചേക്കുക. പ്രോട്ടോൺസും അത് അറ്റോമിക് നമ്പറാണ്, പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ചേരുന്നത് മാസ് നമ്പറാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ, പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കിയാൽ മതി, അത് തന്നെയായിരിക്കും പ്രോട്ടോൺസിൻ്റെ എണ്ണം. ഇത് ഒരു മിസ്റ്റേക്കാണ്, 92 ഇവിടെ ആണ് വരേണ്ടത്, ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് വരേണ്ടത്. ഇവിടെ യുറേനിയം 92 235 ആണ്. അതായത് 92 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അതായത് 92ാമത്തെ ആളാണ് യുറേനിയം പീരിയോഡിക് ടേബിളിൽ. 235 യുറേനിയത്തിൻ്റെ വെയിറ്റ് ആണ്. യുറേനിയത്തിനെ കൊണ്ട് തൂക്കിയാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ ഇത് 235 എണ്ണം ഉണ്ട്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം അത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ. 235 ഗ്രാം ആയിരിക്കും വെയിറ്റ്. ഓക്കെ, പിന്നെ പ്രോട്ടോൺസിൻ്റെ എണ്ണം 92 ആണ്. ശരിയല്ലേ? കാരണം ഇത് അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എത്രയാണോ അതാണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം. സോ ഇവിടുത്തെ പ്രോട്ടോൺസിൻ്റെ എണ്ണം 92 ആണ്. പിന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ചേരുന്നതാണ്. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ചേരുന്നതാണ് 235. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ്. അതിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം, 92. അപ്പോൾ 235 നിന്ന് 92 കുറച്ചാൽ ബാക്കി ന്യൂട്രോൺസിൻ്റെ എണ്ണം ആയിരിക്കും. 235 - 92. ഇത് ചെയ്താൽ ബാക്കി ന്യൂട്രോൺസിൻ്റെ എണ്ണം ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരാളുടെ എണ്ണവും കൂടെ വേണം, ഇലക്ട്രോൺസിൻ്റെ എണ്ണം.
ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും ഇലക്ട്രോണിൻ്റെയും എണ്ണം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. അത് ചാർജ് ഉണ്ടെങ്കിലും ചാർജ് ഇല്ലെങ്കിലും അറ്റോമിക് നമ്പർ പ്രോട്ടോൺസിൻ്റെ എണ്ണവും മാസ് നമ്പർ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണമാണ്. അതിൽ നിന്ന് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂ കൂടെ മൈനസ് ചെയ്യുക. ന്യൂട്രോൺസിൻ്റെ എണ്ണമായി. ഇനി ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ആറ്റത്തിന് ചാർജ് ഉണ്ടോ. ചാർജ് ഇല്ല, ഇവിടെ പ്ലസ്സോ മൈനസോ എന്ന് എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ല. ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ചാർജ് ഉണ്ടെങ്കിൽ അത് ഏത് ചാർജ് ആണെന്ന് നോക്കുക. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത്രയും ഇലക്ട്രോൺസിനെ കളയുക. ഒരു പ്ലസ്സേ ഉള്ളൂവെങ്കിൽ ഒരു ഇലക്ട്രോൺസിനെ കുറയ്ക്കുക. 2 പ്ലസ് ഉണ്ടെങ്കിൽ 2 ഇലക്ട്രോൺസിനെ കുറയ്ക്കുക. മൈനസ് ആണെങ്കിൽ അത്രയും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരു സിമ്പിൾ എക്സാമ്പിളെ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കാൽഷ്യം 20 40 കാൽഷ്യം 20 40 2+. ഇവിടെ രണ്ടുപേരും. ഓക്കെ, നമുക്കൊന്ന് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടുത്തെ അറ്റോമിക് നമ്പർ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z എന്നാണ്. അറ്റോമിക് നമ്പറിൻ്റെ വാല്യൂ 20 ആണ്. ഇവിടുത്തെ അറ്റോമിക് നമ്പറിൻ്റെ വാല്യൂ 20 ആണ്. ഓക്കെ, പിന്നെ മാസ് നമ്പർ മുകളിൽ എഴുതുന്ന വാല്യൂ ആണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. മാസ് നമ്പറിൻ്റെ വാല്യൂ 40 ആണ്. മാസ് നമ്പറിൻ്റെ വാല്യൂ 40 ആണ്. അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. അറ്റോമിക് നമ്പർ എത്രയാണോ അതാണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം 20 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണോ അതാണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം. പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചാർജ് ഒന്നും നോക്കണ്ട. അറ്റോമിക് നമ്പർ എത്രയാണോ അതാണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം. ഇവിടുത്തെയും പ്രോട്ടോൺസിൻ്റെ എണ്ണം 20 ആണ്. പിന്നെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം. ഇതാണ് മാസ് നമ്പർ, ഇതാണ് അറ്റോമിക് നമ്പർ, ഇതാണ് മാസ് നമ്പർ, ഇതാണ് അറ്റോമിക് നമ്പർ. അപ്പം ന്യൂട്രോൺസിൻ്റെ എണ്ണം 40 - 20 20. ന്യൂട്രോൺസിൻ്റെ എണ്ണം 40 - 20 20. ന്യൂട്രോൺസിൻ്റെ എണ്ണമായി. പിന്നെ വേണ്ടത് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഇലക്ട്രോൺസ് ഞാൻ പറഞ്ഞു ചാർജ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. ഇതിന് ചാർജ് ഇല്ല, ഇതിന് ചാർജ് ഉണ്ട്. ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ചാർജ് ഇല്ല, അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 20 ആണ്. ചാർജ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ ആയിരിക്കത്തില്ല ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഏത് ചാർജ് ആണെന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണത്തിനെ കളയുക, നെഗറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണത്തിനെ ആഡ് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന പോസിറ്റീവാണ്, 2 പോസിറ്റീവ്, അപ്പോൾ 2 എണ്ണത്തിനെ കളയണം. 20ൽ നിന്ന് 2 എണ്ണം പോകുമ്പോഴത്തേക്ക് 18. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 18 ആണ്. അതേസമയം ഇവിടെ സപ്പോസ് 2 മൈനസ് എന്നായിരുന്നെങ്കിൽ 2 എണ്ണത്തിനും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 20ൻ്റെ കൂടെ 2 കൂടെ വരുമ്പോൾ 22 ആവും. ഇലക്ട്രോൺസിന് 22 ആവും. ഇതാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അറ്റോമിക് നമ്പർ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്, ചാർജ് ഉണ്ടെങ്കിലും ചാർജ് ഇല്ലെങ്കിലും. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടും. പിന്നെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ചാർജ് ഒന്നും എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ചാർജ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചാർജ് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണത്തിനെ കളയുക, നെഗറ്റീവ് ആണെങ്കിൽ അത്രയും എണ്ണത്തിനെ ആഡ് ചെയ്യുക. ഇതാണ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ആറ്റത്തിനകത്തുള്ള സബ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ആറ്റത്തിനകത്ത് ഡെമോക്രിറ്റസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മുടെ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആറ്റമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഓരോ ആൾക്കാർ വരുമ്പോഴും ഈ ആറ്റം എന്ന് പറയുന്ന ടേം പറയുന്നതല്ലാതെ ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് എന്താണ് ആറ്റം എന്ന് നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഡാൾട്ടൺ അറ്റോമിക് മോഡൽ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ജോൺ ഡാൾട്ടൺ അറ്റോമിക് മോഡൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ പഠിക്കുന്ന സമയത്തും ഈ പുള്ളിക്കാരൻ ആറ്റത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല.
അതായത് ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസിനെ ജോൺ ഡാൾട്ടന് ശേഷമാണ് ഓരോ സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തി കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആറ്റത്തിനകത്ത് ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ്. ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്, അല്ലെങ്കിൽ സബ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ആറ്റത്തിനകത്ത് മെയിനായിട്ട് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ഒന്ന് ചാർജ് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസ്, ചാർജ് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺസ്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ്. ഈ 3 ആൾക്കാരുമാണ് മെയിനായിട്ടും ആറ്റത്തിനകത്ത് വരുന്നത്. അതിൽ നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്തും അതിന് ചുറ്റും ഇലക്ട്രോൺസ്. ഇതാണ് നമ്മുടെ ആറ്റത്തിൻ്റെ മോഡൽ, അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന ആൾക്കാർ. ഇത് നമ്മുടെ ആറ്റത്തിൻ്റെ തിയറി പറയുന്ന സമയത്ത് ഫസ്റ്റ് തിയറി പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ഡെമോക്രിറ്റസ് ആണ്. പക്ഷെ ആ മോഡൽ ആദ്യമായിട്ട് പറയുന്നത്, ആറ്റം എന്താണെന്ന് പറയുന്നത് നമുക്ക് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ പുള്ളി പറയുമ്പോഴും ആറ്റം ഇന്നതാണെന്ന് പറയുമ്പോഴും ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി മിണ്ടിയിട്ടില്ല. അയാൾക്ക് ശേഷമാണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രോട്ടോണിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, സ്മാൾ പി. ന്യൂട്രോൺസിനെ സ്മാൾ എൻ, ഇലക്ട്രോൺസിനെ സ്മാൾ ഇ. ഓക്കെ, മാസ് നോക്കിക്കഴിഞ്ഞാൽ 1.672, അത്രയും മാത്രം മതി നമുക്ക്. 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ് പ്രോട്ടോണിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.675 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ് ന്യൂട്രോണിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ മാസ് നോക്കിക്കഴിഞ്ഞാൽ 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. 9.1 ഇൻറ്റു 10⁻31. ഇത് അങ്ങനെ എഴുതിയേക്കാണ് ഒരു മാറ്റി. ഇതാണ് ഇലക്ട്രോണിൻ്റെ വെയിറ്റ്. അപ്പോൾ 3 പേരുടെയും വെയിറ്റ് ഓർത്ത് വെച്ചേക്കാം. പിന്നെ AMUലാണ് മാസെങ്കിൽ, AMU അറ്റോമിക് മാസ് യൂണിറ്റ് ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസ് 1.00727 AMU, ന്യൂട്രോണിൻ്റെ മാസ് 1.00866 AMU, 0.00055 AMU അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് തന്നെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് +1 ആണ്, ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് -1 ആണ്. എന്നാൽ ചാർജ്, നോർമൽ ചാർജ്, റിലേറ്റീവ് ചാർജ് അല്ല, വേറൊരാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ നമ്മൾ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടോണിൻ്റെ ചാർജ് വരുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, +1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം. സി എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. പ്ലസ് ആണ് പ്രോട്ടോൺ ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. 1.6022 ഇൻറ്റു 10⁻⁻19. ഇതിനെയാണ് നമ്മൾ +1 എന്നും പറഞ്ഞ് റിലേറ്റീവ് ചാർജ് ആയിട്ട് പഠിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് അതാണ്. അതിനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോകും, അപ്പോൾ +1 എന്ന് കിട്ടും. ഇതും അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കട്ട് ചെയ്തു, അപ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ അതേ കണക്ക് തന്നെ -1.6022 ഇൻറ്റു 10⁻⁻19 കൂടും. രണ്ടിനും ഒരേ വാല്യൂ തന്നെയാണ്, പക്ഷേ പ്രോട്ടോൺ ആയതുകൊണ്ട് പ്ലസും ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസും. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, 0 ആണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ആണ്, അതായത് ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും കാര്യങ്ങളാണ്. അതിനകത്ത് ആദ്യത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ്, പ്രോട്ടോണിൻ്റെ റിലേറ്റീവ് ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം. പിന്നെ ഡിസ്കവറിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡിസ്കവറിയുടെ കിടപ്പുണ്ട്. ഡിസ്കവറി ഇവിടെ അങ്ങ് പറയാം നമുക്കേ. ഓരോരുത്തരും ഡിസ്കവറി അങ്ങ് കൂടെ ഞാൻ പറയാം, ഇവിടെ തന്നെ പറയാം. പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ച ആൾ ഗോൾഡ് സ്റ്റെയിൻ ആണ്. ഞാനിവിടെ എഴുതാമേ. പ്രോട്ടോണിനെ കണ്ടുപിടിച്ച ആൾ ഗോൾഡ് സ്റ്റെയിൻ ആണ്. കണ്ടുപിടിച്ച ആളാണ് ഗോൾഡ് സ്റ്റെയിൻ. പക്ഷെ പ്രോട്ടോൺ എന്ന് പറയുന്ന പേര് കൊടുത്തത് റുദർഫോർഡ് ആണ്. കേട്ടോ, ആ പ്രോട്ടോൺ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റുദർഫോർഡ് ആണ്. കണ്ടുപിടിച്ച ആൾ ഗോൾഡ് സ്റ്റെയിൻ ആണ്, പേര് കൊടുത്തത് റുദർഫോർഡ് ആണ് പ്രോട്ടോണിന്. പ്രോട്ടോണിനെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരൻ നടത്തിയ എക്സ്പെരിമെൻറ്റ് ഞാനത് സെപ്പറേറ്റ് ഒരു പേജിലോട്ട് എഴുതാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പ്രോട്ടോണിൻ്റെ കേസാണ്. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ഗോൾഡ് സ്റ്റെയിൻ ആണ്. ഇയാളാണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. പക്ഷെ പ്രോട്ടോൺ എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പേര് കൊടുത്തത് ആരാ? റുദർഫോർഡ് ആണ്.
അതായത് ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ ആണ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട്. പക്ഷേ ആ പോസിറ്റീവ് ചാർജുള്ള ആൾ പ്രോട്ടോൺ ആണെന്ന് പേര് കൊടുത്തത് നമ്മുടെ റുദർഫോർഡാണ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പുള്ളിക്കാരന്മാർ നടത്തിയ എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻ്റാണ് പുള്ളിക്കാരൻ ചെയ്തത്. ആരാ? നമ്മുടെ ഗോൾഡ്സ്റ്റീൻ. റുദർഫോർഡ് അല്ല കണ്ടുപിടിച്ചത്. റുദർഫോർഡ് പേര് കൊടുത്ത ആളാണ്. കണ്ടുപിടിച്ച ആൾ ഗോൾഡ്സ്റ്റീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ നടത്തിയ എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ്. പെർഫറേറ്റഡ് കാഥോഡ്. പെർഫറേറ്റഡ് മീൻസ് പെർഫെക്റ്റ് അല്ലാത്ത ഹോളുകളുള്ള കാഥോഡ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നടത്തി അതിനകത്ത് കാഥോഡും ഡിസ്ചാർജ് ട്യൂബിനകത്ത് കാഥോഡും ആനോഡും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം ഇതിനകത്തൂടെ. അപ്പോൾ കാഥോഡ് മൊത്തം ഹോളുകളുള്ള കാഥോഡാക്കി. ആ സമയത്താണ് പുള്ളിക്കാരന് പ്രോട്ടോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് പുള്ളിക്കാരന് ഒരു റേഡിയേഷൻ കിട്ടി. ആ റേഡിയേഷനെ വിളിക്കുന്ന പേര് ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ. ഈ ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ ആണ് പുള്ളിക്കാരൻ എന്തെന്ന് കൺസിഡർ ചെയ്തത്? പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തത്. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് അതിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കിയത്. അതിനെ എന്തെന്ന് പേര് വിളിച്ചത്? പ്രോട്ടോൺ എന്ന് നമ്മുടെ റുദർഫോർഡ് പേര് വിളിച്ചത്. അപ്പം പ്രോട്ടോണിനെ കണ്ടുപിടിച്ച ആൾ ഗോൾഡ്സ്റ്റീൻ ആണ്. പേര് കൊടുത്തത് റുദർഫോർഡാണ്. കണ്ടുപിടിക്കാൻ നടത്തിയ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ആൽഫ റേ സ്കാറ്ററിംഗ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. അതിനകത്ത് പുള്ളിക്കാരൻ കാഥോഡിനെ പെർഫറേറ്റഡ് ആക്കി, പെർഫെക്റ്റ് അല്ലാത്ത ആളാക്കി. ഓക്കെ, അതിനുശേഷം ആ സമയത്ത് പുള്ളിക്കാരന് കിട്ടിയ റേ എന്ന് പറയുന്നത് ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ ആണ്. ആ റേ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആറ്റത്തിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനെ പ്രോട്ടോൺ എന്ന് റുദർഫോർഡ് പേര് വിളിച്ചു. ഓക്കെ, രണ്ടാമത് നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസ് പറയാം. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആദ്യമായിട്ട് ആറ്റം മോഡൽ പറയുന്നതും ജെ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആളും ജെ തോംസൺ ആണ്. കണ്ടുപിടിച്ച എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻ്റ് വഴി തന്നെയാണ് പുള്ളിക്കാരനും കണ്ടുപിടിച്ചത്. പക്ഷെ ആദ്യം ഇലക്ട്രോണിനെയാണ് കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആ എക്സ്പെരിമെൻറ്റിൽ കാഥോഡും ആനോഡും പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് റേ കിട്ടി. ആ റേയെ വിളിക്കുന്ന പേര് കാഥോഡ് റേ. കാഥോഡ് റേയുടെ ചാർജ് നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഇലക്ട്രോൺ ആണെന്ന് പുള്ളിക്കാരൻ കൺസ്യൂം ചെയ്തു. പേര് വിളിച്ചതും ജെ തോംസൺ തന്നെയാണ്. ഓക്കെ, പക്ഷെ തൊട്ട് മുകളിൽ ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഗോൾഡ്സ്റ്റീൻ ഈ എക്സ്പെരിമെൻ്റ് തന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കി. പുള്ളിക്കാരന് കിട്ടിയത് കാഥോഡ് റേ അല്ലേ. അപ്പം കാഥോഡ് റേ എന്ന് പറഞ്ഞാൽ കാഥോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആനോഡിലോട്ട് മൂവ് ചെയ്യും. അതാണ് കാഥോഡ് റേ. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, നമുക്ക് ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ ഹെൽപ്പോടെ കാണാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ നേരെ പോകും. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഉണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുന്ന കണക്ക് ബിഹേവ് ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. കാഥോഡ് റേസ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ജെ തോംസൺ കണ്ടുപിടിച്ചത്. അതാണ് ഫസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി. ആ കാഥോഡ് റേക്ക് നെഗറ്റീവ് ചാർജ് പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനെ നമ്മുടെ ജെ തോംസൺ ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഈ എക്സ്പെരിമെൻ്റ് തന്നെയാണ് നമ്മുടെ ഗോൾഡ്സ്റ്റീനും ചെയ്തത്. പക്ഷേ കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേ ആണ്, കാഥോഡ് ആനോഡ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റേ ആണ് ജെ തോംസൺ കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കാഥോഡിനെ അങ്ങ് ഇൻപെർഫെക്റ്റ് ആക്കി, പെർഫെക്റ്റ് അല്ലാത്തതാക്കി. അതാണ് പെർഫറേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ് അല്ല. കാഥോഡിൽ നിറയെ ഹോൾസ് ഇട്ട്. അപ്പോൾ പുള്ളിക്ക് കാണാൻ പറ്റിയത് കാഥോഡ് റേക്ക് പകരം ആനോഡ് റേ, അതായത് ആനോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നു. ഇതേ കണക്ക് കാര്യങ്ങൾ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ നേരെ പോവും, ഇതും നേരെ പോവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇത് നെഗറ്റീവ് പോലെ ബിഹേവ് ചെയ്യും, അത് പോസിറ്റീവ് പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പോസിറ്റീവ് ചാർജാണ്. അതിനെ റുദർഫോർഡ് പ്രോട്ടോൺ എന്ന് പേര് വിളിച്ചു. ഓക്കെ, മൂന്നാമത്തെ ഡിസ്കവറി എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെ ഡിസ്കവറിയാണ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇത് പുള്ളിക്കാരൻ എക്സ്പെരിമെൻ്റ് നടത്തിയൊന്നുമല്ല കണ്ടുപിടിച്ചത്. പുള്ളിക്ക് അബദ്ധവശാൽ കിട്ടിപ്പോയതാണ്. പുള്ളി ചെയ്തത് ഇതാണ്: ഒരു ബെറിലിയത്തെ എടുത്തു. ബെറിലിയം 49 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ എടുത്തു. 4 എന്താണെന്നറിയാലോ, അറ്റോമിക് നമ്പർ. 9 എന്താണെന്നറിയാലോ, മാസ് നമ്പർ. ഈ പുള്ളിക്കാരനെടുത്തു. എന്നിട്ട് ഇതിനെ ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് കൂട്ടിയിടിപ്പിച്ചു. ആൽഫ പാർട്ടിക്കിളിന് എക്സാമ്പിൾ ഹീലിയം 24 ആണ്. ആൽഫ പാർട്ടിക്കിൾ. അപ്പം ബെറിലിയം എന്ന് പറയുന്ന ന്യൂക്ലിയസ് എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് കൂട്ടിയിടിപ്പിച്ചു.
ആൽഫ പാർട്ടിക്കിളിന് എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് ഹീലിയമാണ്. ഹീലിയം എന്ന് പറയുന്ന ആറ്റം ആൽഫ പാർട്ടിക്കിളിന് എക്സാമ്പിളാണ്. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയിടിപ്പിച്ചപ്പോൾ പുള്ളിക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടിയത് കാർബണാണ്. കാർബൺ 612, അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12, വെയിറ്റ് 12ഉം ആറാമതിരിക്കുന്ന ആളുമാണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം 6. അങ്ങനെ കൂടെ ഒരു സാധനത്തിനെയും കൂടെ കിട്ടി, അത് ഇതാണ് N01. അതായത് ചാർജ് ഇല്ല, ഒരു മാസ് മാത്രമുള്ളൂ. ചാർജ് ഇല്ലാത്ത ഒരു മാസ് മാത്രമുള്ള പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിനെയാണ് നമ്മുടെ ജെയിംസ് ചാഡ്വിക് എന്തെന്ന് വിളിച്ചത്? ന്യൂട്രോൺ എന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ. 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയും 3 പേരാണ് കണ്ടുപിടിച്ചത്. ആദ്യം ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ജെ തോമസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്, കാഥോഡ് റേ കിട്ടി, കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് നോക്കി, കാഥോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ ഹെൽപ്പോടെ കാണാൻ പറ്റൂ. എടുത്ത ഫ്ലൂറസെൻ്റ് സ്ക്രീൻ സിങ്ക് സൾഫൈഡാണ്. ഇത് വന്ന് വീഴുമ്പോൾ, കാഥോഡ് റേസ് വന്ന് വീഴുമ്പോൾ ഈ സൈഡ് മിന്നാൻ തുടങ്ങും. ആ മിന്നുന്നതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. കാരണം ആനോഡിൻ്റെ ബാക്കിലിരിക്കുന്നതാണ് മിന്നുന്നത്, കാഥോഡിൻ്റെ ബാക്കിലിരിക്കുന്ന മിന്നുന്നില്ല. അപ്പോൾ അങ്ങോട്ടായിരിക്കുമല്ലോ മൂവ് ചെയ്തത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ ആബ്സെൻസിൽ അവർ നേരെ പോകും. ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസിൽ അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനാണ് ബിഹേവ് ചെയ്യും. അപ്പോൾ കാഥോഡ് റേസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആറ്റത്തിന് എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുണ്ട്. വിളിക്കുന്ന പേര് ഇലക്ട്രോൺ. രണ്ടാമത് ഗോൾഡ് സ്റ്റെയിൻ ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ ചെയ്തു. പക്ഷേ നേരത്തെ കാഥോഡിനും ആനോഡിനും ഒരു പ്രശ്നവുമില്ല, രണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് കാഥോഡ് റേ കിട്ടി. അപ്പം ഈ പുള്ളിക്കാരൻ കാഥോഡ് നിങ്ങൾ ഇംപെർഫെക്റ്റ് ആക്കി, കാഥോഡ് റേ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറെ ഏതെങ്കിലും റേ വരുന്നുണ്ടോ നോക്കി. വരുന്നുണ്ട്, ആനോഡ് റേ വരുന്നുണ്ട്, അല്ലെങ്കിൽ കനാൽ റേ. അത് ആനോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കാഥോഡിലോട്ട് മൂവ് ചെയ്യും. അത് നമ്മൾ കണ്ടുപിടിച്ചത് ഈ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന സ്ക്രീൻ മിന്നുന്ന വെച്ചിട്ടാണ്. ഇതിപ്പം കാഥോഡിൻ്റെ ബാക്കിലിരിക്കുന്ന മിന്നാൻ തുടങ്ങി. നേരത്തെ ആണെങ്കിൽ ആനോഡിൻ്റെ ബാക്കിലിരിക്കുന്ന മിന്നിയത്. പ്രോപ്പർട്ടീസ് നോക്കിയപ്പോഴത്തേക്ക് ആനോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നു. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, ഇത് വെച്ചേ കാണാൻ പറ്റൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രസൻസിൽ ആബ്സെൻസിൽ നേരെ പോവും. പ്രസൻസിൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനാണ് ബിഹേവ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലായി, പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. അതിനെ പേര് വിളിച്ചത് റുദർഫോർഡാണ്, പ്രോട്ടോൺ. നെക്സ്റ്റ് നമ്മുടെ ന്യൂട്രോൺസിനെയാണ് കണ്ടുപിടിച്ച ആൾ ജെയിംസ് ചാഡ്വിക് ആണ്. നടത്തിയ എക്സ്പെരിമെൻറ്റ് ബെറിലിയം ന്യൂക്ലിയസിനെ ഹീലിയം ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് കൂട്ടിയിടിപ്പിച്ചു. കാർബൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടി. അതിനോടൊപ്പം ചാർജ് ഇല്ലാത്ത 1 യൂണിറ്റ് മാസ് മാത്രമുള്ളൊരു സബ്സ്റ്റൻസിനെയും കിട്ടി. ആ സബ്സ്റ്റൻസിനെ വിളിച്ച പേരാണ് ന്യൂട്രോൺ. ഇതാണ് നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയും അതിന് റിഫ്ലക്റ്റ് ചെയ്ത എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, ഇനി അതിനുശേഷമാണ് നിങ്ങൾ ഈ ടേബിൾ പഠിക്കേണ്ടത്. ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും അതിൻ്റെ മാസ്, AMUലെ മാസ്, കിലോഗ്രാമിലെ മാസ്, റിലേറ്റീവ് ചാർജ്, നോർമൽ ചാർജ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ആറ്റം മോഡൽസിൻ്റെ കാര്യം. നമ്മൾ ആറ്റത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ആറ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ്. ആറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആറ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ കണ്ടുപിടിച്ചത് ആരാണെന്ന് പറഞ്ഞു. ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആറ്റം മോഡൽസിലോട്ടാണ്. ആറ്റം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു, ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വന്നത് ഗ്രീക്ക് മോഡലാണ്. 400 BC ഡെമോക്രിറ്റസിൻ്റെ മോഡലാണ്. ഡെമോക്രിറ്റസിൻ്റെ മോഡൽ നിങ്ങൾക്കറിയാമല്ലോ. ഡെമോക്രിറ്റസിൻ്റെ മോഡൽ പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു പാർട്ടിക്കിളാണെന്ന് മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നുമില്ല. നമ്മൾ ആദ്യം കണ്ടതാണ് ഡെമോക്രിറ്റസിൻ്റെ മോഡൽ. അതിനുശേഷം അരിസ്റ്റോട്ടിലിൻ്റെ 4 എലമെൻറ്റ്സ് ആണ്. അരിസ്റ്റോട്ടിലിൻ്റെ 4 എലമെൻറ്റ്സ് ആണ്. 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് മെയിനായിട്ട് കാർബൺ, ഹൈഡ്രജൻ, അങ്ങനെയുള്ള 4 എലമെൻറ്റ്, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്, ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതല്ല, അതിനുശേഷമാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് ഡാൾട്ടൻ്റെ മോഡലാണ്. ഫസ്റ്റ് വന്ന ആറ്റത്തിൻ്റെ മോഡൽ ഡാൾട്ടൻ്റെയാണ്. സെക്കൻഡ് ജെ തോമസൻ്റെ മോഡലാണ്. തേർഡ് റുദർഫോർഡിൻ്റെ മോഡലാണ്. ഫോർത്ത് ബോറിൻ്റെ മോഡലാണ്. ഫിഫ്ത്ത് വേവ് മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇങ്ങനെ ഈ 5 മോഡൽസ് ആണ് നമുക്ക് ആറ്റത്തിനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്ന് ഡാൾട്ടൻ്റെ മോഡലാണ്. അത് ഡാൾട്ടൻ്റെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഡാൾട്ടൻ്റെ സമയത്ത് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ജസ്റ്റ് ആറ്റം എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ അറിയാമൂ. അപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ജെ തോമസൻ്റെ മോഡലാണ്. ആ മോഡലിനോട്ട് വരുന്ന സമയത്ത് ആറ്റത്തിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജെ തോമസൺ മോഡൽ പറയുന്നത്. ആ മോഡലിന് കുറേ തെറ്റുണ്ട്. അത് കറക്റ്റ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? റുദർഫോർഡ് വരുന്നത്. അതിലും കുറേ തെറ്റുണ്ട്. അത് കറക്റ്റ് ചെയ്യാനാണ് ബോർ വരുന്നത്. അതിൽ കുറേ തെറ്റുണ്ട്. അത് കറക്റ്റ് ചെയ്യാനാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ വേവ് മെക്കാനിക്കൽ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
ആദ്യം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ മോഡലാണ്. അതാണ് നമുക്ക് ആദ്യം വന്ന മോഡൽ. നോക്കാം. തിയറീസ് ഓഫ് അറ്റോമിക് മോഡൽ. ആദ്യം ജോൺ ഡാൾട്ടൺ ആണ് പുള്ളിക്കാരൻ്റെ മോഡൽ നോക്കാം. അറിയാമായിരിക്കുമല്ലോ, പുള്ളിക്കാരനൊക്കെ അറിയാമായിരിക്കും. നമുക്ക് മോഡൽ നോക്കാം. മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് ഇൻഡിവിസിബിൾ. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കണം. ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ഇൻഡിവിസിബിൾ ആറ്റംസ്, ദേ ആർ ഇൻഡസ്ട്രക്റ്റബിൾ. അവരെ നശിപ്പിക്കാൻ പറ്റില്ല, അവരെ ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പം എല്ലാ മാറ്ററും ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ജോൺ ഡാൾട്ടൺ പറയുന്നതാണ് ആറ്റത്തെ പറ്റി. ആറ്റം തിയറി പറയുന്നതാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയേക്കുന്നത് ഡിവൈഡ് ചെയ്യാനും നശിപ്പിക്കാനും പറ്റാത്ത ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് വെച്ചിട്ടാണ്. ആ യൂണിറ്റാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നതാണ്. ഓക്കെ. രണ്ടാമത്തത്, ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ദെയർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഒരു എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആറ്റംസ് ഉണ്ട്. കാരണം ആറ്റംസ് ചേർന്നിട്ടാണ് എലമെൻ്റ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ പറഞ്ഞു എലമെൻ്റ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റർ കിട്ടുന്നത്. അപ്പം ഈ എലമെൻ്റ് എന്ന് പറയുന്നത് കുറേ ആറ്റംസ് ചേരുന്നതാണ്. അപ്പം ഒരാളുടെ എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അയാളുടെ ആറ്റംസ് മാത്രമേ കാണൂ. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൊത്തം ഹൈഡ്രജൻ്റെ ആറ്റംസ് മാത്രം. കാർബണിൻ്റെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുള്ളും കാർബണിൻ്റെ ആറ്റംസ് മാത്രം. അപ്പോൾ ഒരാളുടെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അയാളുടെ ആറ്റംസേ കാണൂ എന്നാണ് നമ്മുടെ ജോൺ ഡാൾട്ടൺ പറയുന്നത്. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഡിഫറെൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരാൾ കാർബണും ഒരാൾ ഹൈഡ്രജനും ആണെങ്കിൽ ഇതിനകത്ത് മൊത്തം കാർബണിൻ്റെ ആറ്റംസ്, ഇതിനകത്ത് മൊത്തം ഹൈഡ്രജൻ്റെ ആറ്റംസ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം രണ്ട് ഡിഫറെൻറ്റ് ആൾക്കാരാണല്ലോ. മറ്റേത് രണ്ടും എല്ലാം സെയിം ആൾക്കാരായതുകൊണ്ട് ഒരേ കാര്യങ്ങളായിരിക്കും, ഫിസിക്കലും കെമിക്കലും ഒക്കെ. ഓക്കെ. അടുത്തത്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻസ് ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ടു ഫോം മോളിക്യൂൾസ്. പല എലമെൻറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോയിൽ 1, 2, 3 പോലുള്ള നമ്പേഴ്സുകളിൽ പരസ്പരം അവർ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? മോളിക്യൂൾസ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ H2. ഇവിടെ കണ്ടോ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും അവരാണ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര? 2:1. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അങ്ങനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ഒരു വാട്ടറിനെ കിട്ടും. മനസ്സിലായി? അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റംസും ഓക്സിജൻ ആറ്റംസും, ഹൈഡ്രജൻ്റെ 2 വട്ടം 2 എലമെൻറ്റ്, അതിൽ ഒരു എലമെൻറ്റിൽ മൊത്തം ഹൈഡ്രജൻ ആറ്റംസ്, അടുത്ത എലമെൻറ്റിൽ ഹൈഡ്രജൻ ആറ്റംസ്, അടുത്ത എലമെൻറ്റ് ഓക്സിജൻ, മൊത്തം ഓക്സിജൻ ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് വാട്ടർ കിട്ടും. അതാണ് ഈ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ആറ്റംസ് ഓഫ് രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻസ് ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ 2:1. അതിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മോളിക്യൂൾസ് കിട്ടും. അടുത്ത പോയിന്റ്, കെമിക്കൽ റിയാക്ഷൻ കൺസിസ്റ്റ് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ആറ്റംസിൻ്റെ റീഅറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സെപ്പറേഷനോ വഴിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതായത് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പരസ്പരം കമ്പൈൻ ചെയ്ത് പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാകും, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു അല്ലേ. പല ആൾക്കാർ കമ്പൈൻ ചെയ്ത് പുതിയ ആൾക്കാർ ഉണ്ടാകുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് നോർമലി ആറ്റംസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ കോമ്പിനേഷൻ ആകാം, ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കാം പ്രൊഡക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആറ്റംസ് പരസ്പരം സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കാം പ്രൊഡക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആറ്റംസ് പരസ്പരം റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടായിരിക്കാം പ്രൊഡക്റ്റ് കിട്ടുന്നത്. എങ്ങനെ വേണമെങ്കിലും പ്രൊഡക്റ്റ് കിട്ടാമെന്നാണ് ജോൺ ഡാൾട്ടൺ പറയുന്നത്. ഓക്കെ. ലിമിറ്റേഷൻ. അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയോ ന്യൂട്രോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ കാര്യം നമ്മുടെ ജോൺ ഡാൾട്ടൺ മിണ്ടിയിട്ടില്ല. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആറ്റമാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു എലമെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ആറ്റംസ് ഉണ്ട്, അതെല്ലാം ഒരേ ഫിസിക്കലും കെമിക്കലും ആയിരിക്കും. ഡിഫറൻറ്റ് എലമെൻറ്റ് ആകുമ്പോൾ ഡിഫറൻറ്റ് ഫിസിക്കലും കെമിക്കലും ആയിരിക്കും. ഈ ആൾക്കാർ പരസ്പരം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യും അല്ലേ. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആറ്റംസിൻ്റെ റീഅറേഞ്ച്മെൻറ്റോ കോമ്പിനേഷനോ സെപ്പറേഷനോ നടക്കും. അല്ലാതെ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്നോ പ്രോട്ടോൺ ഉണ്ടെന്നോ ന്യൂട്രോൺ ഉണ്ടെന്നോ നമ്മുടെ ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഈ നേരത്തെ കണ്ടുപിടിച്ച ഗോൾഡ്സ്റ്റെയിനോ റുദർഫോർഡോ നമ്മുടെ ചാഡ്വിക്കോ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇയാൾക്ക് പറയാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത് വൈ ആൻഡ് ഹൗ ഡു ആറ്റംസ് കമ്പൈൻസ് ടുഗദർ ടു ഫോം ആറ്റംസ് ആണ്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ ജോൺ ഡാൾട്ടൺ അറിയത്തില്ല. പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകുമെന്നേ ജോൺ ഡാൾട്ടൺ പറഞ്ഞോളൂ. എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്തുകൊണ്ടാണെന്നും ഇത് ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, ദ നേച്ചർ ഓഫ് ഫോഴ്സസ് വിച്ച് ആറ്റംസ് ഹോൾഡ് ടുഗദർ ഇൻ എ കോമ്പൗണ്ട് ഓഫ് ആറ്റം.
ഏത് ഫോഴ്സാണ് നമ്മൾ പറഞ്ഞല്ലോ ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവരെ പരസ്പരം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഏത് രീതിയിലുള്ള ഫോഴ്സ് ആണെന്ന് ജോൺ ഡാൾട്ടൺ അറിയത്തില്ല. ജോൺ ഡാൾട്ടൺ പറയുന്നത് ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവുമെന്ന്. ആ കമ്പൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നും കമ്പൈൻ ചെയ്യുമ്പോൾ അവരെ പരസ്പരം പിടിച്ചു നിർത്തുന്ന എന്ത് ഫോഴ്സ് ആണെന്നും ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടില്ല. പിന്നെ വൈ ആറ്റംസ് കനോട്ട് എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ആൻഡ് വൈ കോമ്പൗണ്ട് ആറ്റംസ് ക്യാൻ എക്സിസ്റ്റ് ഫ്രീലി. എന്തുകൊണ്ടാണ് ആറ്റത്തിന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റാത്തതെന്നും എന്തുകൊണ്ടൊരു കോമ്പൗണ്ടിൽ ആറ്റം ഫ്രീ ആയിട്ട് നിൽക്കുന്നു എന്നും. കാരണം ആറ്റംസ് ചേരുമ്പോഴാണല്ലോ കോമ്പൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ആറ്റംസ് ഫ്രീ ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആറ്റംസ് ചേർന്ന് നിൽക്കുന്ന കോമ്പൗണ്ട് ഫ്രീ ആയിട്ട് നിൽക്കരുതല്ലോ. ആറ്റം ഫ്രീ ആയിട്ട് നിൽക്കത്തില്ല. അപ്പം ആറ്റംസ് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടും ഫ്രീ ആയിട്ട് നിൽക്കരുത്. ആണ് ആറ്റം ഫ്രീ ആയിട്ട് നിൽക്കത്തില്ലെങ്കിൽ അത് ചേർന്നുണ്ടാകുന്ന ആളും ഫ്രീ ആയിട്ട് നിൽക്കത്തില്ല. പക്ഷേ ആറ്റം ഫ്രീ ആയിട്ട് നിൽക്കത്തില്ല, പക്ഷേ കോമ്പൗണ്ട് ഫ്രീ ആയിട്ട് നിൽക്കും. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മുടെ ജോൺ ഡാൾട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതേ കണക്ക് തന്നെ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം തിയറിയുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലിമിറ്റേഷൻ ഒന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട് ഇവർ പരസ്പരം കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെ കമ്പൈൻ ചെയ്യുമ്പോൾ പരസ്പരം ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആറ്റം അൺസ്റ്റേബിൾ ആണ്, ആറ്റം ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആറ്റംസ് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സും ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യരുത്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആറ്റംസ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, പക്ഷേ കോമ്പൗണ്ട് ഫ്രീ ആയിട്ട് നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ജോൺ ഡാൾട്ടന് പറ്റിയിട്ടില്ല. ഇതാണ് പുള്ളിക്കാരൻ്റെ ലിമിറ്റേഷൻ. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ആറ്റത്തിൻ്റെ തിയറിയിലോട്ട് പോകുന്നത്. അത് ജെ തോംസൺ ആണ്. ജെ തോംസൻ്റെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ മോഡലിൻ്റെ പേര് ക്ലിയർ ആയിട്ട് അറിയാം. മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇങ്ങനെയാണ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. അവിടെ പേര് കൊടുത്തിട്ടുണ്ട്, പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. ഈ മോഡലാണ് നമ്മുടെ ജെ തോംസൺ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, നെഗറ്റീവ് ചാർജൊക്കെ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ജെ തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു ആറ്റത്തിനകത്ത്. അതിനുശേഷം ഗോൾഡ് സ്റ്റെയിൻ പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ആറ്റത്തിനകത്തുണ്ടെന്ന് നമ്മുടെ ജെ തോംസൺ അറിയാം. അതുകൊണ്ട് അതും കൂടെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മോഡൽ പറയുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ മോഡൽ നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ആറ്റം എന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡലാണ്, ലിമിറ്റേഷൻ ഉണ്ട് നോക്കണം. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്ഫിയറാണ്. സ്ഫിയർ, നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്ഫിയറാണ്. ഒരു സ്ഫിയർ ഷേപ്പാണ് നമ്മുടെ ആറ്റത്തിന്. ഈ സ്ഫിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാരണം പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അത് പ്രോട്ടോൺസ് ആണ്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഷേപ്പിലിരിക്കുകയാണ്, സ്ഫിയറാണ്. ആ സ്ഫിയറിൽ മൊത്തം പോസിറ്റീവ് ചാർജാണ്, മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് പോസിറ്റീവ് ചാർജ്. പിന്നെ പറഞ്ഞത് അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്, അതിനെ നമ്മുടെ വാട്ടർമെലണിനകത്ത് ആ റെഡ് ഫ്ലഷ് ഇല്ലേ, ആ റെഡ് ഫ്ലഷിനെ നമ്മുടെ സ്ഫിയറായിട്ട് പരിഗണിക്കുക. റെഡ് ഫ്ലഷ് സ്ഫിയറായിട്ട് പരിഗണിക്കുക. മൊത്തം ആ റെഡ് ഫ്ലഷിൽ മൊത്തം പോസിറ്റീവ് ചാർജാണ്, പ്രോട്ടോൺസ് ആണ്. അതിനകത്ത് നമ്മുടെ കുരുക്കൾ, നമ്മുടെ സീഡ്സ് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ വാട്ടർമെലണിനകത്ത്, അതേ കണക്കാണ് നമ്മുടെ ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിനകത്ത് ഇലക്ട്രോൺസിനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെ? നിങ്ങളത് വാട്ടർമെലണും ഞാൻ എഴുതിയിരിക്കുന്ന നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കുരുക്കളുമായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കി, ശരിയല്ലേ? അപ്പം വാട്ടർമെലണിനകത്ത് കുരുക്കൾ, അതായത് ഇത്രയേ ഉള്ളൂ പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മോഡലിനെ വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് സംഭവം. ആറ്റം എന്ന് പറയുന്നത് സ്ഫിയറാണ്, അതിൻ്റെ ചാർജ് മൊത്തത്തിൽ പോസിറ്റീവാണ്. ഓക്കെ, ഈ പോസിറ്റീവായിട്ടുള്ള സ്ഫിയറിനകത്ത് വാട്ടർമെലണിനകത്ത് സീഡ് എങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതേ കണക്ക് നമ്മുടെ ഈ സ്ഫിയറിനകത്ത്, പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിനകത്ത് ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കും. ഇതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ പുള്ളി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ്ലി പാർട്ടിക്കിൾസ് ആർ ഇവഞ്ച്വലി സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ആൻ ആറ്റം വിത്ത് എ പോസിറ്റീവ്ലി ചാർജ്ഡ് മാസ് ഓഫ് മാറ്റർ. അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ആറ്റത്തിൻ്റെ ഒരു സ്ഫിയർ ഷേപ്പാണ്, മൊത്തം പോസിറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ വാട്ടർമെലണിനകത്ത് സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കും. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത്, ഈ പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ടും, പോസിറ്റീവ് ചാർജ് 40 ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറ്റം ന്യൂട്രലാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞതാണ്. പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ടും നെഗറ്റീവ് ചാർജിൻ്റെ എമൗണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് ആറ്റം ന്യൂട്രലാണ്.
പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ടും നെഗറ്റീവ് ചാർജിൻ്റെ എമൗണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് ആറ്റം ന്യൂട്രലാണ്. പിന്നെ ഒരു പോയിന്റ് പുള്ളി എക്സ്ട്രാ പറഞ്ഞത്, ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ആ സ്പിയർ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അത് തെറ്റാണ്, നമുക്കറിയാം. ന്യൂക്ലിയസിൻ്റെത് മാത്രമാണ് ആറ്റത്തിൻ്റെ വെയിറ്റ്. അപ്പോൾ ന്യൂക്ലിയസിനെ പറ്റിയൊന്നും ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ ഇതാണ് ആദ്യം വന്ന മോഡൽ. പക്ഷെ നമുക്ക് അറിയാവുന്നതാണ് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടെന്ന്. അത് പിന്നെ ഓരോരുത്തർ പറഞ്ഞ് വരുമ്പോൾ കറക്റ്റായി വരുന്നതാണ്. ഈ ബോറാണ് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ബോറിന് മുന്നേ നമ്മുടെ റുദർഫോർഡ് പറയും ന്യൂക്ലിയസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെ തോംസന്റെ മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡലാണ്. മോഡൽ പറയുന്നത് ഇങ്ങനെയാണ്: ആറ്റത്തിന് സ്പിയർ ഷേപ്പാണ്, മൊത്തം പോസിറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് വാട്ടർമെലനകത്ത് സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന കണക്കാണ്. പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എമൗണ്ട് സെയിം ആണ്, അതുകൊണ്ട് ആറ്റം ന്യൂട്രലാണ്. പിന്നെ ഒരു പോയിന്റും കൂടെ പറഞ്ഞത്, ആറ്റത്തിൻ്റെ മാസ് ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇതാണ് പുള്ളിക്കാരൻ്റെ മോഡൽ. എങ്ങനെയായിരിക്കും? പോസിറ്റീവ്ലി ചാർജിൽ സ്പിയർ ആണ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ വാട്ടർമെലനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ആറ്റത്തിൻ്റെ മാസ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഓക്കെ. പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ്റെ ലിമിറ്റേഷൻ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, തെറ്റുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിസൾട്ടിങ് ഓഫ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻഡ് ബൈ റുദർഫോർഡ് നടത്തിയ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. അതായത് റുദർഫോർഡാണ് രണ്ടാമത്തെ മോഡൽ പറയുന്നത്. ഈ മോഡൽ പറയുന്നതിന് മുമ്പ് റുദർഫോർഡ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അത് നടത്തിയിട്ടാണ് പുള്ളിക്കാരന് നമ്മുടെ ആറ്റം മോഡൽ പറയുന്നത്. പക്ഷേ ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ കിട്ടിയ ഒബ്സർവേഷൻസും കാര്യങ്ങളും ഒന്നും നമ്മുടെ ജെ തോംസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തത്, ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇൻ ഇറ്റ് സപ്പോർട്ട്. പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഒന്നും ഇല്ലാതെയാണ് ഈ പുള്ളിക്കാരൻ മോഡൽ പറയുന്നത്. ചുമ്മാ വന്നങ്ങ് പറയുകയാണ്, അല്ലാതെ നിങ്ങളുടെ എക്സ്പെരിമെൻ്റൽ ബാക്ക്ഗ്രൗണ്ടോ എക്സ്പെരിമെൻ്റൽ എവിഡൻസോ ഒന്നുമില്ല. ജസ്റ്റ് വരുന്നു, പറയുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. എക്സ്പെരിമെൻ്റൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ. മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലാണ്. ജെ തോംസൻ്റെ ആറ്റം മോഡലാണ്. മോഡലിൻ്റെ പേര് വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. ഇതാണ് രണ്ടാമത്തെ മോഡൽ. ഓക്കെ, ലിമിറ്റേഷനും പറഞ്ഞു. നെക്സ്റ്റ് മൂന്നാമത്തെ മോഡലാണ്. ആദ്യം ഡാൾട്ടൻ്റെ മോഡലാണ്. അതിനകത്ത് പക്ഷേ ആറ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ആറ്റത്തിന് പുറമേയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ആറ്റത്തിനകത്തുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു ജെ തോംസൺ. മൂന്നാമത്തെ റുദർഫോർഡിൻ്റെ മോഡലാണ്. റുദർഫോർഡിന് ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെൻ്റ് നടത്തി ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനും കൺക്ലൂഷനും നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ മോഡൽ പറയുന്നത്. ഒരു എക്സ്പെരിമെൻ്റ് നടത്തി അതിൽ നിന്ന് കുറേ ഒബ്സർവേഷൻ കാര്യങ്ങൾ പുള്ളി കണ്ടു. ആ കണ്ടതിൽ നിന്നും കുറേ കൺക്ലൂഷനിലെത്തി. ആ കൺക്ലൂഷൻ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മോഡൽ പറയുന്നത്. അല്ലാതെ ജെ തോംസൺ കണക്ക് വായി വരുന്ന വിളിച്ച് പറഞ്ഞതല്ല. പുള്ളിക്കാരൻ എക്സ്പെരിമെൻ്റ് നടത്തി എക്സ്പെരിമെൻ്റൽ എവിഡൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മോഡൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് പുള്ളിക്കാരൻ നടത്തിയ എക്സ്പെരിമെൻറ്റ്. പുള്ളിക്കാരൻ നടത്തിയ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ്. ഇതാണ് നമ്മുടെ റുദർഫോർഡ് നടത്തിയ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഇതാണ്, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇതാണ് പുള്ളിക്കാരൻ ചെയ്തത്. ഇതിന് ഈ എക്സ്പെരിമെൻറ്റ് പുള്ളിക്കാരൻ ആക്ച്വലി ചെയ്തത് ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ ഒരു തിൻ മെറ്റൽ ഫോയിൽ എടുത്തു. മെറ്റലായിട്ട് പുള്ളിക്കാരൻ എടുത്ത ഗോൾഡാണ്. ഒരു നേർപ്പിച്ച ഗോൾഡിൻ്റെ ഫോയിൽ എടുത്തു. ഫോയിൽ മീൻസ് നമ്മുടെ പപ്പടമൊക്കെ പൊതിയുന്ന പേപ്പറില്ലേ, ഫോയിൽ പേപ്പർ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുരുട്ടാൻ പറ്റുന്നൊരു പേപ്പർ, കീറുന്ന സൗണ്ട് കേൾക്കുന്നൊരു പേപ്പറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫോയിൽ പേപ്പർ എന്ന് നമ്മൾ പറയുന്നത്. അതേ ഒരു തിൻ ഷേപ്പുള്ള ഗോൾഡിൻ്റെ ഒരു ഫോയിൽ എടുത്തു. ഓക്കെ, ആ ഫോയിലിലോട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ ഡയറക്റ്റ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിലോട്ട് കടത്തിവിടും. അവിടെ ചെല്ലുന്ന ആൽഫ പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാനായിട്ട് അതിനു ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. ഇത് കണ്ടോ, ഈ സാധനം ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്. അതിൻ്റെ മീനിങ്, അതിനകത്തോട്ട് ആൽഫ പാർട്ടിക്കിൾസ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ സൈഡ് മിന്നും. നമ്മുടെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ടർ കത്തില്ലേ, സൈഡിലേക്ക് കിടക്കുന്ന റെഡ് പോർഷനെ കത്തില്ലേ, അതേ കണക്ക് നമ്മൾ ആൽഫ റേസിനെ കടത്തി വിടുന്നു. ആൽഫ റേസിൻ്റെ നമ്മളല്ല, റുദർഫോർഡ് ആൽഫ റേസിനെ ഗോൾഡിലോട്ട് കടത്തി വിടുന്നു. ഗോൾഡ് ഫോയിൽ നിറച്ചും ഗോൾഡിൻ്റെ ആറ്റംസ് ആണ്. അതിനകത്തോട്ട് കടത്തിവിട്ടിട്ട് ആ ഗോൾഡ് ഫോയിൽ എത്തുന്ന ആൽഫ റേസ് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാനായിട്ട്, ഈ ആൽഫ റേസിനെ കാണാൻ പറ്റത്തില്ല,
അപ്പോൾ അത് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അതിന് ചുറ്റും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. ഒരു എൻട്രിക്ക് മാത്രമുള്ള അതിൻ്റെ ആൽഫ റേസ് കയറാൻ പാകത്തിലൊരു ഇത് വെച്ചിട്ട് ബാക്കി എല്ലാ ചുറ്റും എന്ത് വെച്ചു? ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് എക്സാമ്പിൾ എടുത്ത് സിങ്ക് സൾഫൈഡ്. ഇതാണ് പുള്ളി ചെയ്ത എക്സ്പെരിമെൻറ്റ്. ഇനി പുള്ളിയുടെ ഒബ്സർവേഷനും കൺക്ലൂഷനുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുള്ളി ഇതിൽ നിന്ന് എന്താണ് ഒബ്സർവ് ചെയ്തത്, പുള്ളി എന്ത് കൺക്ലൂഷനിലാണ് എത്തിയത്? ഓക്കെ, നമുക്ക് നോക്കാം. If a thin foil metal is placed in the path of beam, image become diffuse. This is due to the scattering of alpha particle by the atoms of foil. The particle scatters in various directions were counted by scintillation counters. It was found that although most of the particles scattered through an angles of order of 1 raised to 0 or less, but a small number of say that 1 in every 10,000 scattered through 90 degree or 180 degree. The experiment is known as Rutherford alpha particle scattering experiment. അപ്പോൾ പുള്ളി ചെയ്തത് ആൽഫ റൈസിനെ കടത്തിവിട്ടു. ആ ആൽഫ റൈസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് സ്ക്രീൻ വെച്ചു. എത്ര ആൽഫ റൈസ് ഇങ്ങനെ അല്ലെങ്കിൽ ഗോൾഡ് ഫോയിലും കടന്നു പോകുന്നു അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നു കണ്ടുപിടിക്കാനായിട്ട് സ്റ്റിൻഡിലേഷൻ കൗണ്ടേഴ്സ് വെച്ചു. പുള്ളിക്കാരൻ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി തരും. ഇത്ര എണ്ണം കടന്നുപോയി, ഇത്ര എണ്ണം തെറിച്ചു പോയി, ഇത്ര എണ്ണം തിരിച്ചു വന്നു, അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് എണ്ണി തരും. സ്റ്റിൻഡിലേഷൻ കൗണ്ടേഴ്സ് വെച്ചു. പിന്നെ പുള്ളിക്ക് കാണാൻ പറ്റിയത് ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം 1/0 അല്ലെങ്കിൽ അതിലും താഴെയാണ്. അതായത് 10,000 എണ്ണം കടത്തിവിടുമ്പോൾ ഒരെണ്ണമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്കാറ്റർ ചെയ്ത് പോകുന്നത്. 90 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും ഒക്കെ സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഒരെണ്ണം മാത്രമാണ്. 10,000 എണ്ണം കടത്തിവിടുമ്പോൾ, അതായത് 10,000 എണ്ണം കടത്തിവിടുമ്പോൾ ബാക്കി 99,999 എന്ത് ചെയ്യും, കടന്നു പോകും. ബാക്കി ഒരെണ്ണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. അത് ചിലപ്പോൾ 180 ഡിഗ്രിയിലായിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ്റെ എക്സ്പെരിമെൻറ്റ്. പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ഇത് ജെ തോംസൺ പറഞ്ഞതാണ്. ജെ തോംസൺ പറയുന്ന ആറ്റത്തിന് മൊത്തം എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ് എന്നാണ് നമ്മുടെ ജെ തോംസൺ പറയുന്നത്. അപ്പം നമ്മുടെ റുദർഫോർഡിന് കിട്ടിയ ഒബ്സർവേഷൻ ഞാനെന്ന് പറയാം. ഒബ്സർവേഷൻ, അതിൽ നിന്നും കിട്ടിയ കൺക്ലൂഷൻ ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് ആറ്റം മോഡലിലോട്ട് പോകാം. ഒബ്സർവേഷനും കൺക്ലൂഷൻ. ഓക്കെ, ഒന്നാമത്തെ ഒബ്സർവേഷൻ, അതിൻ്റെ കൺക്ലൂഷൻ. പുള്ളിക്ക് മനസ്സിലായത്, പുള്ളി ഒരു 100 ആൽഫ റേസിനെ കടത്തിവിട്ടെന്ന് വിചാരിക്കാം. 100 എണ്ണം കടത്തിവിടുന്ന സമയത്ത് ഈ ഗോൾഡ് ഫോയിലിൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് ഗോൾഡിലോട്ടാണല്ലോ നമ്മൾ കടത്തിവിടുന്നത്. അതിൻ്റെ ബാക്കിലിരിക്കുന്ന റീജിയൻ ഉണ്ടല്ലോ, അതാണ്ട ഈ ഒരു റീജിയൻ, ഇതിൻ്റെ എക്സാക്റ്റ് ബാക്കിലിരിക്കുന്ന റീജിയൻ, ഈ റീജിയൻ പുള്ളി നോക്കാൻ നേരത്ത് 100 എണ്ണം കടത്തിവിട്ടപ്പോൾ 90 വട്ടം ആ ഗോൾഡ് ഫോയിലിൻ്റെ ബാക്കിലിരിക്കുന്ന റീജിയൻ മിന്നുന്നുണ്ട്. 100 എണ്ണം കടത്തിവിട്ടപ്പോൾ 90 വട്ടം ആ ഗോൾഡ് ഫോയിൽ, അതാരെ കൗണ്ട് ചെയ്ത് തന്ന, സ്റ്റിൻഡിലേഷൻ കൗണ്ടർ. പുള്ളിക്ക് മനസ്സിലായത് 100 എണ്ണം കടത്തിവിട്ടപ്പോൾ 90 വട്ടം ആ ഗോൾഡ് ഫോയിലിൻ്റെ ബാക്കിലിരിക്കുന്ന ആ സൈഡ് മിന്നുന്നുണ്ട്. അതായത് ആ 90 എണ്ണവും ഗോൾഡ് ഫോയിലും കടന്നാണ് അപ്പുറം ചെന്നത്. 90 എണ്ണവും ഗോൾഡ് ഫോയിലും കടന്നാണ് അപ്പുറം ചെന്നത്. നമ്മൾ കടത്തിവിടുന്നത് പോസിറ്റീവ് ചാർജുള്ള റേസിനെയാണ്. അത് ആ ഗോൾഡ് ഫോയിലും കടന്ന് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പം നടന്നപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല, എംപ്റ്റി ആയിട്ട് കിടക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പുറം ചെല്ലാൻ പറ്റില്ല, ഞാൻ അയാളെ തട്ടി മാറിപ്പോകും. അപ്പം നമ്മുടെ റുദർഫോർഡ് കണ്ട ഒന്നാമത്തെ ഒബ്സർവേഷൻ, മിക്ക ആൽഫ റേസും പുള്ളി കടത്തിവിട്ടതിൽ 90% ഗോൾഡ് ഫോയിലും കടന്ന് അപ്പുറം പോയി. ഓക്കെ, അപ്പം മിക്ക ആൽഫ റേസും പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും ഇല്ലാതെ മിക്ക ആൽഫ റേസും ഗോൾഡ് ഫോയിലും കടന്ന് അപ്പുറം പോയി. അങ്ങനെ ഒരു ഡീവിയേഷനും ഇല്ലാതെ 90% കടന്ന് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ ആട്ടത്തിൻ്റെ മിക്ക സൈഡും ഒഴിഞ്ഞു കിടക്കുകയാണ്, എംപ്റ്റിയാണ്. ഇവിടാണ് നമ്മുടെ ജെ തോംസൻ്റെ ഒന്നാമത്തെ റൂള് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ജെ തോംസൺ പറയുന്നത് ആട്ടത്തിന് മൊത്തം എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണെന്ന്. അങ്ങനെ ആട്ടത്തിന് മൊത്തം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഗോൾഡ് ഫോയിലിൽ മൊത്തം ആറ്റംസ് ആണ്, മൊത്തം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. വരുന്ന റേസ് ആൽഫ റേസ് ആണ്, ആൽഫ റേസിൻ്റെ ചാർജും പോസിറ്റീവാണ്. വരുന്ന റേസ് ആൽഫ റേസ്, ഗോൾഡ് ഫോയിലിൽ മൊത്തം പോസിറ്റീവ് ചാർജ്, പോസിറ്റീവും തമ്മിൽ റിപ്പൾഷൻ.
അങ്ങനെയാണെങ്കിൽ വരുന്ന ആൽഫ റേസ് മിക്കതും തിരിച്ചു വരണം. പോസിറ്റീവ് ചാർജാണ് മൊത്തത്തിലെങ്കിൽ ആറ്റത്തിന് മൊത്തം പോസിറ്റീവ് ചാർജ് എന്നല്ലേ ജെ തോംസൺ പറയുന്നത്. അങ്ങനെ മൊത്തം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മിക്ക ആൾക്കാരും തിരിച്ചു വരണം. പക്ഷെ മിക്ക ആൾക്കാരും കടന്നു പോവുക. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് അല്ല, മിക്ക സൈഡും ഒഴിഞ്ഞു കിടക്കുകയാണ്. രണ്ടാമതായിട്ട് പുള്ളിക്ക് കാണാൻ പറ്റിയത് പുള്ളി 100 എണ്ണം കടത്തി വിട്ടപ്പോൾ 90 എണ്ണവും കടന്നുപോയി, ഒരു 3-4 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർ പോസിറ്റീവ് ചാർജാണ്, മാറിപ്പോകണമെങ്കിൽ അവരെന്തിൽ തട്ടണം? വേറൊരു പോസിറ്റീവ് ചാർജിൽ തട്ടണം. അപ്പോൾ നമ്മുടെ ജെ തോംസൺ പറയുന്നത് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് ആണെന്നാണ്. അങ്ങനെയായിരുന്നെങ്കിൽ 90% തിരിച്ചു വന്നേനെ. പക്ഷേ ഈ 90% കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് അല്ല, എന്നാൽ കുറേ ആൾക്കാർ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ എമൗണ്ട് എന്താണ്? സ്മാൾ ആണ്. ചെറിയൊരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ, മൊത്തത്തിലല്ല. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് some of the alpha particle deviated in small angle. ചില ആൽഫ പാർട്ടിക്കിൾ ചെറിയ ആംഗിൾ ഡീവിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയ കൺക്ലൂഷൻ ആറ്റത്തിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, പക്ഷേ ജെ തോംസൺ പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലല്ല, ചെറിയൊരു റീജിയനിലാണ്. മൂന്നാമത്തെ പോയിന്റ് 20,000 എണ്ണം കടത്തിവിടുമ്പോൾ മാത്രം ഒരെണ്ണം തിരിച്ചു വരും. നമ്മൾ 20,000 ആൽഫ റേസിനെ കടത്തിവിടുമ്പോൾ ഒരെണ്ണം തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ ആ ഒരെണ്ണം ആ പോസിറ്റീവ് ചാർജിൽ നേരെ പോയി തട്ടിയ ആളായിരിക്കും. പക്ഷേ 20,000 എണ്ണം കടത്തിവിട്ടപ്പോൾ ബാക്കിയെല്ലാം ഒരു പ്രശ്നമില്ലാതെ കടന്നുപോയി, ഒരെണ്ണം മാത്രം തിരിച്ചു വന്നു. അതിനർത്ഥം അത് നേരെ പോയി പോസിറ്റീവ് ചാർജിൽ തട്ടിയ ആളാണ്. നേരെ പോയി തട്ടുമ്പോഴാണ് തിരിച്ചു വരുന്നത്. സൈഡിലൊക്കെ വന്ന് തട്ടിയാൽ ഡീവിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം സൈഡിൽ തട്ടുന്ന ആൾക്കാരായിരിക്കും. ഇതേ കണക്ക് ഇത് കണക്ക് ഇതുണ്ടോ, സൈഡിൽ വന്ന് തട്ടുന്ന ആൾക്കാർ ഡീവിയേറ്റ് ചെയ്തു പോകും, നേരെ വന്ന് തട്ടുന്ന ആൾക്കാർ തിരിച്ചു വരും. ശരിയല്ലേ? ഇതാണ് പുള്ളിക്കാരൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മൂന്നാമത് കിട്ടിയ ഒബ്സർവേഷൻ വളരെ കുറച്ച്, എന്ന് പറഞ്ഞാൽ 20,000-ൽ ഒരെണ്ണം മാത്രം തിരിച്ചു വരും. അതിനർത്ഥം പോസിറ്റീവ് ചാർജ് അത്രയും ചെറുതാണ്. ഇതാണ് പുള്ളിക്കാരന് കിട്ടിയ ഒബ്സർവേഷൻ. അപ്പോൾ 3 ഒബ്സർവേഷൻ മിക്കതും കടന്നുപോയി, കാരണം ആറ്റത്തിൻ്റെ മിക്ക സൈഡ് എം ടി ആണ്, മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് അല്ല. ചില ആൾക്കാർ മാത്രം ഡീവിയേറ്റ് ചെയ്ത് പോയി, അതിന് കാരണം ആറ്റത്തിൽ എവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്, മൊത്തത്തിലല്ല ഏതോ ഒരു ചെറിയ സ്ഥലത്ത്. 20,000-ൽ ഒരെണ്ണം മാത്രം തിരിച്ചു വരും, അതിനർത്ഥം ആ പോസിറ്റീവ് ചാർജ് അത്രയും ചെറുതാണ്. അതുകൊണ്ടാണ് 20,000 കടത്തിട്ട് ഒരെണ്ണം മാത്രം തിരിച്ചു വരുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്നാണ് പുള്ളി തൻ്റെ മോഡൽ പറയുന്നത്. കൺക്ലൂഷനാണ് മോഡൽ ഇതാണ്: ദ ഹോൾ ഓഫ് ദി പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം മസ്റ്റ് ബി കോൺസെൻട്രേറ്റഡ് ഇൻ സ്മാൾ സ്പേസ്. അതായത് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ആറ്റം മൊത്തത്തിലല്ല, ജെ തോംസൺ പറഞ്ഞ കണക്ക് എവിടെ ഒരു ചെറിയൊരു സ്പേസിൽ മാത്രം, ആറ്റത്തിൻ്റെ മൊത്തം സ്പേസിൽ എം ടി ആയിട്ട് കിടക്കുകയാണ്, അതിലൊരു ചെറിയ സ്പേസിൽ മാത്രമാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അല്ലാതെ ജെ തോംസൺ പറഞ്ഞ കണക്ക് മൊത്തത്തിലല്ല. രണ്ടാമത്തത്, ആറ്റം ഈസ് മോസ്റ്റ്ലി ഹോളോ ഇൻസൈഡ്. കണ്ടോ, ആറ്റം മിക്കതും ഒഴിഞ്ഞു കിടക്കുകയാണ്, ഹോളോയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ് ആറ്റത്തിൻ്റെ മിക്ക സൈഡും. ഓക്കെ. മൂന്നാമത്തത്, സിൻസ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ദ പാർട്ട് ഓഫ് ആറ്റം ഡിഫ്ലക്റ്റിംഗ് ദം മസ്റ്റ് ആൾസോ ബി പോസിറ്റീവ്. അല്ലേ, ആൽഫ റേസിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് ഡീവിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം. മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ന്യൂക്ലിയസ്. ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പോസിറ്റീവ് ചാർജിനെ നമ്മുടെ റുദർഫോർഡ് വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. എന്നിട്ട് റുദർഫോർഡ് പറയുന്നു ആറ്റത്തിൻ്റെ മിക്ക സൈഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ ആൾക്കാരെല്ലാം ഇരിക്കുന്നത് എവിടെ ആയിരിക്കും? ഈ ന്യൂക്ലിയസിലായിരിക്കും. നമ്മുടെ ജെ തോംസൺ പറഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസം മൊത്തത്തിലാണെന്നാണ്, പക്ഷെ മൊത്തത്തിലല്ല, മിക്ക മാസം ന്യൂക്ലിയസിലാണെന്നാണ്. കാരണം ഒഴിഞ്ഞു കിടക്കില്ലേ മിക്ക സൈഡും, ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ആരും ഇല്ലെന്നല്ലേ, അപ്പം ആൾക്കാരുള്ള സ്ഥലത്തല്ലേ മാസ് ഇരിക്കുന്നത്, അപ്പോൾ ന്യൂക്ലിയസിലാണ് മാസ് ഇരിക്കുന്നത്. In this model, the mass of atom and its whole positive charge are concentrated at the center of the nucleus, center of atom in the nucleus of radius 10⁻⁻15 meter. ഈ മോഡൽ അനുസരിച്ച് ആറ്റത്തിൻ്റെ എല്ലാ മാസും ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്, ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്, അതിൻ്റെ റേഡിയസ് 10⁻⁻15 meter ആണ്. The electrons are distributed around the nucleus in hollow sphere of radius 10⁻10 meter. എന്നിട്ട് ഇലക്ട്രോൺസിനെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റേഡിയസ് 10⁻10 meter ആണ്. ഇതാണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷനും അതിൻ്റെ കൺക്ലൂഷനും അതിൻ്റെ ഫലമായിട്ട് കിട്ടിയ കാര്യങ്ങൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൽഫ റൈസ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ആൽഫ റൈസിനെ ഗോൾഡ് ഫോയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട്. ഒബ്സർവേഷൻ കിട്ടിയത് മിക്കതും കടന്നുപോയി, കാരണം എം ടി ആണ്. കുറച്ച് ആൾക്കാർ മാത്രം ഡീവിയേറ്റ് ചെയ്തു, കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്. 20,000-ൽ ഒരെണ്ണം മാത്രം തിരിച്ചു വന്നു, ആ പോസിറ്റീവ് ചാർജ് ഭയങ്കര ചെറുതാണ്, സെൻറ്ററിലാണ്, ന്യൂക്ലിയസ് എന്ന് പേര് വിളിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രോബാക്ക് സൈഡിലോട്ട് പോയാൽ, തെറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് റിഗാർഡിങ് ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റില്ല.
എന്തുകൊണ്ട് ആറ്റം സ്റ്റേബിൾ ആയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ റുദർഫോർഡിന് പറ്റിയിട്ടില്ല. രണ്ടാമത്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് എ ന്യൂക്ലിയസ് ഹാവിംഗ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. അതായത് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആൾ നമ്മൾ പറഞ്ഞു ആ ഹോളോ സ്പിയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അവർ ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങത്തക്ക രീതിയിലാണെന്നാണ് നമ്മുടെ റുദർഫോർഡ് പറയുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അടുത്തത്, അക്കോർഡിംഗ് ടു ദി ഇലക്ട്രോഡൈനാമിക്സ് ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് റേഡിയേറ്റ് എനർജി ഇൻ ദ ഫോം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഹെൻസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഷുഡ് ബി കണ്ടിന്യൂസ്ലി റേഡിയേറ്റഡ് ബൈ ദി റിവോൾവിംഗ് ഇലക്ട്രോൺ. ഇനി നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ ആ ഹോളോ സ്പേസിൽ ഇട്ടേക്കാണ്. അവിടെ കിടന്ന് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ റുദർഫോർഡ് പറയുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആര് പറഞ്ഞിട്ടില്ല? നമ്മുടെ റുദർഫോർഡ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് റുദർഫോർഡിൻ്റെ തെറ്റ്. ഓക്കെ. Due to this continuous loss of energy of electron, the radius of nucleus orbit should be continuously decreasing and ultimately the electron should fall in the nucleus. Thus, atom cannot remain stable. Rutherford model also failed to explain line spectrum. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ചുറ്റും അത് എനർജി കുറഞ്ഞ് എവിടെയെങ്കിലും നമ്മൾ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോയി വീഴില്ലേ? അത് കണക്ക് ഇലക്ട്രോൺസ് എനർജി കുറഞ്ഞ് എവിടെയെങ്കിലും പോയി വീഴണം. അങ്ങനെയാണെങ്കിൽ ആറ്റം അൺസ്റ്റേബിൾ ആകും. പക്ഷേ ആറ്റം സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിയാലും വീഴുന്നില്ല, എന്തുകൊണ്ട് ആറ്റം സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് കണക്ക് തന്നെ ലൈൻ സ്പെക്ട്രോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ റുദർഫോർഡിൻ്റെ ഡ്രോബാക്സ്.